സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. 2018 ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി? ഉത്തരം അന്ത്യോദയ അന്ന യോജന. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല? ഉത്തരം കണ്ണൂർ. പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ്? ഉത്തരം മുതിരപ്പുഴ. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഉത്തരം ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ A ചലനവേഗത കുറവായിരിക്കും, B തമ്മിലുള്ള അകലം കുറവായിരിക്കും, C ആകർഷണബലം കുറവായിരിക്കും, D ഊർജം കുറവായിരിക്കും. ഉത്തരം ആകർഷണബലം കുറവായിരിക്കും. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഡാഷ് നിർമ്മിക്കുന്നത്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ജലം തിളപ്പിച്ച് നീരാവിയാകുന്നത്? ഉത്തരം 373 കെൽവിനിൽ ആണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ്? ഉത്തരം ബ്രോമിൻ. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഡാഷ് ബ്ലോക്കുകളുണ്ട്? ഉത്തരം 4. നിറമില്ലാത്ത ഒരു സംയുക്തമാണ്? ഉത്തരം സോഡിയം ഹൈഡ്രോക്ലോറൈഡ്. അലസവാതകമല്ലാത്തത്? A സിയോൺ, B ഹീലിയം, C ഗാലിയം, D റെഡോൺ. ഉത്തരം ഗാലിയം. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത്? ഉത്തരം കാൽസ്യം ഓക്സൈഡ്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഡാഷ് തിരിച്ചറിയുന്നത്? ഉത്തരം ക്ലോറൈഡ്. അസറ്റാമിഡോഫിനോൾ എന്നത് ഡാഷ് ആണ്? ഉത്തരം പാരാസെറ്റമോൾ. പ്രാഥമിക വർണ്ണം അല്ലാത്തത്? A പച്ച, B മഞ്ഞ, C നീല, D ചുവപ്പ്. ഉത്തരം മഞ്ഞ. ഡയോഡിൻ്റെ ധർമ്മം എന്താണ്? ഉത്തരം റെക്ടിഫിക്കേഷൻ. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഡാഷ്? ഉത്തരം ഹെൻറി. ക്രാന്തിവൃത്തത്തെ ഡാഷ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 12. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ്? ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ്? ഉത്തരം ഹൈഡ്രജൻ. ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം
മ്യൂച്വൽ ഇൻഡക്ഷൻ മോട്ടോർ നിയമം. ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എ. അലൂമിനിയത്തിലാണ്, ബി. ശുദ്ധജലത്തിൽ കൂടിയാണ്, സി. ശൂന്യതയിലാണ്, ഡി. വായുവിലാണ്. ഉത്തരം അലൂമിനിയത്തിൽ. ഇൻഫ്രാസോണിക് ശബ്ദം. ഉത്തരം 20 ഹെർട്സിൽ കുറഞ്ഞത്. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ്. ഉത്തരം റീഗൽ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ജൊഹാൻസൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. ഉത്തരം ഗട്ടേഷൻ. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഉത്തരം വട്ടച്ചൊറി. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. എ. മൈക്രോപ്ലാസ്മ, ബി. ബാക്ടീരിയ, സി. അമീബ, ഡി. സയനോബാക്ടീരിയ. ഉത്തരം അമീബ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. ഉത്തരം ലൈസോസോം. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം. ഉത്തരം കരിമ്പ്. നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിക്കുന്നത് കണ്ണിൻ്റെ ഏതു ഭാഗത്താണ്? ഉത്തരം റെറ്റിന. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. ഉത്തരം പെരികാർഡിയം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 206. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏതു ഗ്രഹത്തിലാണ്? ഉത്തരം ശുക്രൻ. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്നും വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ. ഉത്തരം മാക്സ് മുള്ളർ. ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഉത്തരം റിച്ചാർഡ് നിക്സൺ. തിരുവിതാംകൂർ, തിരുകൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി. ഉത്തരം പട്ടം താണുപിള്ള. ആഗ്ര പട്ടണം ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം. ഉത്തരം ശുക്രൻ. ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെ? ഉത്തരം അമീർ ഖുസ. ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം. ഉത്തരം ത്വക്ക്. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ കുഞ്ഞിനു നൽകിയ പേര്. ഉത്തരം ആസ്ത. ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ്. ഉത്തരം കാൾ മാർക്സ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ.
ഉത്തരം മഹാത്മാഗാന്ധി. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം. ഉത്തരം ശുക്രൻ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഉത്തരം 1911. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. ഉത്തരം കൽപ്പന ചൗള. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഉത്തരം ദാദാഭായ് നവറോജി. സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്നത് ഏത് ദിവസമാണ്? എ പൗർണമി നാളിൽ, ബി ചന്ദ്രഗ്രഹണവേളയിൽ, സി അമാവാസി നാളിൽ, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഇതൊന്നുമല്ല. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ഗവർണർ ജനറൽ. ഉത്തരം കോൺവാലിസ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഉത്തരം പിംഗലി വെങ്കയ്യ. x/5 = y/8 ആണെങ്കിൽ x+5^y+8 എത്ര? ഉത്തരം 5/8. ഒരു വ്യക്തി നിശ്ചയ തുകയായ 6351 രൂപ 7 വർഷത്തേക്ക് 5% വാർഷിക പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അത്രയും വർഷത്തേക്കുള്ള സാധാരണ പലിശ കണക്കാക്കുക. ഉത്തരം 2222.85 രൂപ. 10, 6, 2 എന്ന ശ്രേണിയിലെ അടുത്ത പദം അഥവാ നാലാമത് പദം കാണുക. ഉത്തരം -2. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 4 മടങ്ങാണ്. ചതുരത്തിൻ്റെ നീളം 90 സെൻറ്റിമീറ്റർ ആണ്. ചതുരത്തിൻ്റെ വീതി സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 2/3 ഭാഗമാണ്. എങ്കിൽ സമചതുരത്തിൻ്റെ വശം എത്ര? ഉത്തരം 15 സെൻറ്റിമീറ്റർ. 0.08 × 0.5 + 0.9 = ഉത്തരം 0.94. ഒരു സംഖ്യയുടെ 1/5 ഭാഗത്തോട് 4 കൂട്ടിയത് അതേ സംഖ്യയുടെ 4/1 ഭാഗത്തിൽ നിന്നും 10 കുറച്ചതിന് സമമാണ്. സംഖ്യ ഏത്? ഉത്തരം 280. 36 തൊഴിലാളികൾ ഒരു പ്രത്യേക ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. 27 തൊഴിലാളികൾ സമാനമായ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഉത്തരം 24. 1/2 5നെ 1/2 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത്? ഉത്തരം 8. 2 വ്യക്തികൾ തമ്മിൽ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ ഒരാൾ മൊത്തം വോട്ടിൻ്റെ 35% വോട്ടുകൾ നേടി. അയാൾ 450 വോട്ടിന് തോൽക്കുകയും ചെയ്തു. അസാധു ഒന്നും തന്നെ ഇല്ല എങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം എത്ര? ഉത്തരം 1500. 29, x, x+15, 108 ഇവയുടെ ശരാശരി 13.5 ആണെങ്കിൽ x എത്ര? ഉത്തരം 71. Meera usually dash the church twice in a month. Answer is visits. Let us go for a walk. A. Don't we? B. Do we? C. Shall we? D. Shall I? Answer is shall we. Children enjoyed dash beauty of nature. Answer is the beauty of nature. Hari. I was a student of APJ Abdul Kalam. A. Hari said that he were a student of APJ Abdul Kalam. B. Hari said that
he has been a student of APJ Abdul Kalam. C. Hari said that he had been a student of APJ Abdul Kalam. D. Hari said that he was a student of APJ Abdul Kalam. The answer is Hari said that he had been a student of APJ Abdul Kalam. Kavita wrote a novel. A novel was written by Kavita. Dash is the synonym of primitive. The answer is ancient. Dash is the facial verb of the word tolerate. The answer is put up with. Which of the following is an example of suffix? A. Encourage. B. Successful. C. Dislike. D. Impossible. Answer is successful. One who hates mankind as a whole. Answer is misanthrope. Which one is the correct spelled word? Brochure. The answer is BROCHURE. സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം അബ്രഹാം മാസ്കോ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. ഇവയിലൊന്നാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഉത്തരം സുഗേച്ചയുടെ അടിസ്ഥാനത്തിൽ. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? എ. കുട്ടികൾക്ക് വസ്തുതകൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ബി. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാണ്. സി. ആശയങ്ങൾ ശ്രേണീബദ്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിൽക്കുന്നതിന് അനുയോജ്യമാണ്. ഡി. വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകരമാണ്. ഉത്തരം കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? എ. പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കണം. ബി. കുട്ടികൾക്ക് ഉള്ളടക്കം ലഭിക്കുന്നതായിരിക്കണം പ്രാധാന്യം. സി. എല്ലാ യൂണിറ്റുകളും പൂർണ്ണമായിരിക്കുന്നതായിരിക്കണം പ്രാഥമിക പരിഗണന. ഡി. കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനം നൽകണം. ഉത്തരം കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ബന്ദ്യൂറ. എറിക് എറിക്സന്റെ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം, ഇനാക്റ്റീവ് ഓർ ഗിൽറ്റി. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പര്യാപ്തമാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? ഉത്തരം ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് പിയാഷെ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഉത്തരം സ്വാംശീകരണം. നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കണം? ഉത്തരം കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ആൽഫ്രഡ് ബിനെ. ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? എ. പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം. ബി. പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നത്. സി. കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിപ്പിക്കുന്ന അധ്യാപകർ. ഡി.
കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്? ഉത്തരം കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ? ഉത്തരം ഹൊവാർഡ് ഗാർഡ്നർ. ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? എ. അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. ബി. നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോട് കൂടിയതായിരിക്കണം. സി. പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. ഡി. പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. ഉത്തരം അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാപഠന സംവിധാനത്തോടു കൂടിയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം നോം ചോസ്കി. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? എ. ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നത്. ബി. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക. സി. കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക. ഡി. കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. ഉത്തരം ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അനുയോജ്യമല്ലാത്ത കൈത്താങ്ങ് സ്കാഫോൾഡിംഗ് ഏതാണ്? എ. കുട്ടികൾക്ക് സൂചനകൾ നൽകി സഹായിക്കുക. ബി. സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സി. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ സ്വയം ആശയ രൂപീകരണത്തിന് സഹായിക്കുക. ഡി. കുട്ടിക്ക് ശരിയായ ആശയം പറഞ്ഞു കൊടുക്കുക. ഉത്തരം കുട്ടിക്ക് ശരിയായ ആശയം പറഞ്ഞു കൊടുക്കുക. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലായിരിക്കണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ? ഉത്തരം ജെറോം എസ്. ബ്രൂണർ. കുട്ടികളിൽ നൈതികത രൂപപ്പെടുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത്? എ. നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടികൾക്ക് ലഘുവായ ശിക്ഷ നൽകും. ബി. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. സി. കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും. ഡി. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. ഉത്തരം നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടികൾക്ക് ലഘുവായ ശിക്ഷ നൽകും. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? ഉത്തരം വൈഗോട്സ്കി. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? എ. പീഡനാനുഭവങ്ങളെ അവബോധ മനസ്സിലേക്ക് തള്ളുക. ബി. സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക. സി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം. ഡി. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന രീതി. ഉത്തരം സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക. ഏതുതരം വിലയിരുത്തലുകളിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? എ. പഠനത്തിനായുള്ള വിലയിരുത്തലുകൾ. ബി. പാനത്തിനുള്ള വിലയിരുത്തലുകൾ. സി. വിലയിരുത്തൽ തന്നെ പഠനം. ഡി. ഇവയൊന്നുമല്ല. ഉത്തരം വിലയിരുത്തൽ തന്നെ പഠനം. സജഷൻസ് തരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.